മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള പ്രശസ്തമായ മാളിയേക്കൽ തറവാട്. സകല ആഡംബരങ്ങളാലും സമ്പന്നമായ ആ വലിയ മാളിക മാളിയേക്കൽ മൊയ്തു ഹാജിയുടെ ഏകമകൻ ഷമ്മാസിന്റെ സാമ്രാജ്യമായിരുന്നു. നൂറുകണക്കിന് ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ വ്യവസായിയായിരുന്നു ഷമ്മാസ്. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവന്റെ പ്രിയപ്പെട്ട ഭാര്യ ഷാഹിന ആയിരുന്നു. അവരുടെ പ്രണയം എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. ഒരു കുഞ്ഞില്ലെന്ന ദുഃഖമൊഴികെ മറ്റൊരു കുറവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും 6 വർഷത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ഒടുവിൽ അവരുടെ ജീവിതത്തിലേക്ക് 2 മാലാഖമാർ എത്തി, സഫയും മർവയും. അന്നു മുതൽ മാളിയേക്കൽ തറവാട് ഒരു ചെറിയ സ്വർഗമായി മാറി. സഫയുടെയും മർവയുടെയും ഓരോ വളർച്ചയും ആ വീടിന് കൂടുതൽ ഭംഗി നൽകി. ഒരു വലിയ പെരുന്നാൾ രാത്രി ഷമ്മാസ് തന്റെ ഭാര്യ ഷാഹിനെയും കുഞ്ഞുങ്ങളെയും കൂട്ടി ഷോപ്പിങ്ങിനായി മഞ്ചേരിയിലേക്ക് പുറപ്പെട്ടു. ആ രാത്രി ഷോപ്പിങ്ങും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു അവർ. അവർക്കുണ്ടായ ഭീകരമായ കാറപകടത്തിൽ ഷമ്മാസിനെയും തന്റെ കുഞ്ഞു മാലാഖമാരെയും തനിച്ചാക്കി മാതൃത്വം ആസ്വദിച്ചു തുടങ്ങും മുൻപേ ഷാഹിന എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ രാത്രി ആ കൊച്ചു സ്വർഗം തകർന്നു വീണു. ഒരിക്കൽ ചിരികളാർ നിറഞ്ഞിരുന്ന ആ വലിയ വീട് ഇപ്പോൾ നിശബ്ദതയിൽ മുങ്ങിയിരിക്കുന്നു. ഇരുണ്ട ഒരു മുറിയിൽ ലാപ്ടോപ്പിലേക്ക് നോക്കി ഷാഹിനയുടെയും മക്കളുടെയും ഫോട്ടോകൾക്ക് മുമ്പിൽ നിശബ്ദനായി ഇരിക്കുകയാണ് ഷമ്മാസ്. അവന്റെ കണ്ണുകളിൽ ഉറക്കമില്ല, മുഖത്ത് ചിരിയില്ല. ഇന്ന് അവന്റെ ജീവിതത്തിൽ സന്തോഷമെന്ന ഒന്നില്ല. 1.5 വർഷം മുമ്പുണ്ടായ ആ കാറപകടം അവന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. തന്റെ പ്രിയപ്പെട്ട ഷാഹിനയെ നഷ്ടപ്പെട്ടപ്പോൾ തകർന്നത് അവന്റെ ഹൃദയം മാത്രമായിരുന്നില്ല, തന്റെ കുഞ്ഞു മാലാഖമാരായ സഫയുടെയും മർവയുടെയും ലോകം കൂടിയായിരുന്നു. ഉമ്മയോടൊപ്പം അവരുടെ കുഞ്ഞു ചിരിയും സംസാരവും എങ്ങോ പോയി മറഞ്ഞു. പെട്ടെന്ന് കുട്ടികളുടെ മുറിയിൽ നിന്നും പാത്രങ്ങൾ വീണുടയുന്ന ഒരു ശബ്ദം കേട്ട് ഷമ്മാസ് ഞെട്ടി എഴുന്നേറ്റ് വേഗം മക്കളുടെ മുറിയിലേക്കോടി. വാതിൽ തുറന്നപ്പോൾ വില കൂടിയ കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും അവിടെ ചിന്നിച്ചിതറിക്കിടക്കുന്നു. കളിപ്പാട്ടങ്ങൾ പൊട്ടി, ചോറ് മുഴുവൻ നിലത്ത് വീണുകിടക്കുന്നു. ഒരു മൂലയിലായി മക്കൾ പരസ്പരം കെട്ടിപ്പിടിച്ച് പേടിച്ചു നിൽക്കുന്നു. കുട്ടികളെ നോക്കാനായി വന്ന ആമിനത്താത്ത ഷമ്മാസിനെ കണ്ടതും അവർ ദേഷ്യത്തോടെ പറഞ്ഞു, ഷമ്മാസേ, ഇനി എനിക്കിത് പറ്റില്ല. എത്ര പണം തരാമെന്ന് പറഞ്ഞാലും ഈ ജോലി എനിക്ക് വേണ്ട. എന്ത് വികൃതികളാ ഇവറ്റകൾ! നീ കണ്ടോ, ഇവൻ എൻ്റെ കൈകളൊക്കെ മാന്തി പൊളിച്ചിരിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ ചോറ് കൊടുത്താലും ഇവര് പാത്രം തട്ടിക്കളയും. എന്തു കൊടുത്തിട്ടും കാര്യമില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. വല്ലാത്തൊരു മക്കൾ! അവർ പിറുപിറുത്തു. എത്ര ദിവസം ഞാൻ സഹിച്ചു. ഇനി നീ ആരെ കിട്ടുന്നതെന്ന് വെച്ചാൽ നോക്കിക്കോ. എനിക്കിത് പറ്റില്ല. ആമിനത്താത്ത ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഷമ്മാസ് പതുക്കെ മുന്നോട്ട് നടന്നു. സഫ, മർവ, അവൻ കൈനീട്ടി. അവർ പേടിച്ച് പിന്നിലേക്ക് മാറി. ആ നിമിഷം അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഒരു തേങ്ങലോടെ പറഞ്ഞു, ഷാഹിന, എൻ്റെ മക്കൾക്ക് ഞാൻ എന്ത് പകരം നൽകും? ഈ സമ്പാദ്യത്തിനൊന്നും അവരുടെ സങ്കടം മാറ്റാൻ കഴിയുന്നില്ല. നമ്മുടെ മക്കളെ പഴയതുപോലെ ഒന്നായി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരും തോറ്റു പിന്മാറിയ ആ വലിയ വീട്ടിലേക്ക് സ്നേഹത്തിന്റെ കരുത്തുമായി ഒരാൾ എത്തുകയാണ്. ഈ സമയം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി നാട്ടിൻപുറത്ത് ഒരു ചെറിയ ഓടുമേഞ്ഞ വീട്. ഭിത്തിയിലെ പെയിന്റുകളെല്ലാം അടർന്നു വീണിരിക്കുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്കെല്ലാം ആയിഷ എപ്പോഴും പുഞ്ചിരിക്കുന്നവളാണ്. പക്ഷേ ആ പുഞ്ചിരിക്ക് പിന്നിൽ കണ്ണീരിന്റെ ഒരു വലിയ കഥയുണ്ട്. ഉപ്പയുടെ മരണശേഷം ആ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു അവൾ. ഉമ്മയൊരു കിടപ്പ് രോഗിയാണ്. വർഷങ്ങളായി ഉമ്മയുടെ അരികിലിരുന്ന് മരുന്നുകൾ കൊടുക്കുകയാണ് ആയിഷ. ഉമ്മ സങ്കടത്തോടെ പറഞ്ഞു, മോളെ, എൻ്റെ മരുന്നിന് തന്നെ ഒരുപാട് പണമാകുന്നുണ്ട്. ആദിലിൻ്റെ ഫീസ് അടയ്ക്കണം. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടുകയാണ്. ഉമ്മ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എനിക്ക് മാളിയേക്കൽ തറവാട്ടിൽ നല്ലൊരു ജോലി കിട്ടിയല്ലോ. വലിയ ശമ്പളമാണ് അവിടുന്ന് പറയുന്നത്. നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറും ഉമ്മ. നമുക്ക് ആദിലിനെ പഠിപ്പിച്ച് നല്ലൊരു ഡോക്ടറാക്കണം. ആ മുറിയിലെ മൂലയിലിരുന്ന് പഠിക്കുകയാണ് ആയിഷയുടെ അനിയൻ ആദിൽ. അവനൊരു ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം. ഇത്താത്ത, ഈ മാസം ഫീസ് അടച്ചില്ലെങ്കിൽ കോളേജിൽ നിന്നും പുറത്താക്കുമെന്ന് പറഞ്ഞു. ഇത്താത്തയ്ക്ക് ആ ജോലി കിട്ടുമോ? ആയിഷ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, കിട്ടും, ഇൻഷാ അല്ലാ. നീ വിഷമിക്കേണ്ട. എങ്ങനെയെങ്കിലും അത് ശരിയാകും. നീ നന്നായി പഠിച്ചാൽ മാത്രം മതി. നിന്നെ ഒരു വലിയ നിലയിലെത്തിക്കണം. അതാണ് എൻ്റെ സ്വപ്നം. പിറ്റേന്ന് രാവിലെ ആയിഷ മാളിയേക്കൽ തറവാട്ടിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തു. അവളുടെ കയ്യിൽ പഴയൊരു ബാഗ് മാത്രം. മോളെ,
വലിയ വീടാണ്, പണക്കാരാണ്. അവർക്ക് ചിലപ്പോൾ ദേഷ്യം കൂടുതലായിരിക്കും. എല്ലാം സഹിക്കണം. നമുക്ക് വേറെ വഴിയില്ലല്ലോ. എനിക്കറിയാം ഉമ്മ. ആയിഷ തൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിപ്പോൾ ഉമ്മയുടെ മരുന്നും ആദിലിൻ്റെ പഠനവുമാണ് പ്രധാനം. ആയിഷ തൻ്റെ പഴയ ബാഗും പിടിച്ച് ഒരു ഓട്ടോ വിളിച്ച് മാളിയേക്കൽ തറവാടിന് മുന്നിൽ വന്നു നിന്നു. ഗേറ്റിന് മുകളിൽ മാളിയേക്കൽ തറവാടെന്ന് വലിയ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. തൻ്റെ കൊച്ചു വീടിൻ്റെ പരിമിതികളിൽ നിന്ന് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഈ വലിയ ബംഗ്ലാവിലേക്ക് ആയിഷ ഒന്ന് നോക്കി. ഈ പടിവാതിൽ കടന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ആ ചുവരുകൾക്കുള്ളിൽ അവളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അവൾക്ക് യാതൊരു സൂചനയും ഇല്ലായിരുന്നു. ഗേറ്റ് തുറന്ന് ആയിഷ പതുക്കെ ഉള്ളിലേക്ക് നടന്നു. ഇരുവശത്തും മനോഹരമായ പൂന്തോട്ടം, വില കൂടിയ കാറുകൾ. അവൾ ഇതെല്ലാം അത്ഭുതത്തോടെ നോക്കി. ബംഗ്ലാവിൻ്റെ വലിയ സിറ്റൗട്ടിൽ അവൾ പേടിയോടെ കയറി. അവളുടെ ഉള്ളിൽ സ്വന്തം വീടിൻ്റെയും ഉമ്മയുടെയും അനിയൻ്റെയും മുഖം മാത്രമായിരുന്നു. ഹാളിൽ വലിയൊരു സോഫയിൽ ഷമ്മാസ് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ഗൗരവത്തോടെ ജോലി ചെയ്യുകയായിരുന്നു. ആയിഷ പതുക്കെ ഷമ്മാസിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഷമ്മാസ് പതിയെ തലയുയർത്തി അവളെ ഒന്ന് നോക്കി. ഷമ്മാസിൻ്റെ നോട്ടം വളരെ ഗൗരവമുള്ളതായിരുന്നു. ആയിഷ എന്നല്ലേ പേര്? നിനക്ക് മുന്നേ വന്നവർ ഇവിടെ ഒരാഴ്ച തികച്ചു നിന്നിട്ടില്ല. എൻ്റെ മക്കൾ അല്പം കുസൃതിക്കാരാണ്. ജോലിക്ക് നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വേഗം അകത്തോട്ട് പോകാം. ഇത് കേട്ട് ആയിഷ വിനയത്തോടെ പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് സാർ. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ സഹിച്ചോളാം. എനിക്ക് ഈ ജോലി അത്രയ്ക്ക് അത്യാവശ്യമാണ്. ജോലിക്ക് നിൽക്കുന്നത് പണത്തിന് വേണ്ടി ആയിരിക്കാം. പക്ഷേ എൻ്റെ മക്കളെ നോക്കേണ്ടത് മനസ്സുകൊണ്ടായിരിക്കണം. അത് മറക്കണ്ട. ഷമ്മാസ് ആയിഷയ്ക്കുള്ള മുറി കാണിച്ചു കൊടുക്കാൻ വീട്ടിലെ മറ്റൊരു ജോലിക്കാരിയോട് പറഞ്ഞു. ആയിഷ വലിയ കോണിപ്പടികൾ കയറുമ്പോൾ മുകളിൽ നിന്നും ഭയാനകമായ കരച്ചിലുകൾ കേട്ടു. മക്കൾ മുറിയിൽ എന്തൊക്കെയോ എറിഞ്ഞുടയ്ക്കുന്ന ശബ്ദം. ആയിഷ ഒന്ന് ഞെട്ടി അവിടെ നിന്നു. വീട്ടുജോലിക്കാരിയായ സഫിയത്ത് പറഞ്ഞു. പേടിക്കേണ്ട മോളെ, ഇതിവിടുത്തെ സ്ഥിരമാണ്. ഷാഹിന പോയതിൽ പിന്നെ ഈ വീട് ഇങ്ങനെയൊക്കെയാണ്. മോള് ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ആയിഷ പതുക്കെ കുട്ടികളുടെ മുറിയിലെ വാതിൽക്കലെത്തി. വാതിൽ തുറന്നു നോക്കുമ്പോൾ അവൾ കാണുന്നത് ഇരുട്ടിലിരിക്കുന്ന ആ രണ്ട് കുഞ്ഞു രൂപങ്ങളെയാണ്. ആയിഷയുടെ കണ്ണുകൾ സഹതാപം കൊണ്ട് നിറഞ്ഞു. അവൾ ബാഗ് താഴെ വെച്ച് അവരുടെ അടുത്തേക്ക് നീങ്ങി. മുറിയിൽ സാധനങ്ങൾ ചിതറിക്കിടക്കുന്നു. സഫയും മർവയും കട്ടിലിൽ ഒരു മൂലയിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് പേടിയോടെ ആയിഷയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഷമ്മാസിന്റെ ആ വലിയ സാമ്രാജ്യത്തിലേക്ക് ആയിഷ കാലെടുത്ത് വെച്ചത് വലിയൊരു ആത്മവിശ്വാസത്തോടെ ആയിരുന്നു. പക്ഷേ ആ കുരുന്നുകളുടെ കണ്ണിലെ ശൂന്യത കണ്ടപ്പോൾ അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു. അവൾക്ക് മുന്നേ വന്നവരൊക്കെ കുട്ടികളെ ദേഷ്യത്തോടെ പറഞ്ഞു മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ആയിഷ ആഗ്രഹിച്ചത് അവരെ മനസ്സിലാക്കാനായിരുന്നു. അവൾ പതുക്കെ നിലത്തിരുന്ന് ഒരു കളിപ്പാട്ടമെടുത്തു. സഫ പെട്ടെന്ന് ഓടി വന്ന് അത് തട്ടിമാറ്റി. മർവ ആയിഷയെ ഒരു തള്ളുകൊടുത്തു. അവളുടെ നെറ്റി ചുമരിൽ കൊണ്ട് ചെറുതായി ഒന്ന് മുറിഞ്ഞു. ഇത് കണ്ട് ഷമ്മാസ് ദേഷ്യത്തോടെ അകത്തേക്ക് വന്നു. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവർ ആരെയും അടുപ്പിക്കില്ല. നിനക്ക് പരിക്കേറ്റു അല്ലേ? നീ വേണമെങ്കിൽ പൊയ്ക്കോളൂ. നിനക്കും ഇത് സഹിക്കാൻ കഴിയില്ല. ഷമ്മാസിന്റെ ദേഷ്യം കണ്ട് കുട്ടികൾ പേടിയോടെ മാറി നിന്നു. ആയിഷ മുറിവ് സാരി കൊണ്ട് അമർത്തിപ്പിടിച്ചു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല, അവർ എന്നെ ഉപദ്രവിച്ചതല്ല. അവർക്ക് പേടിയായിട്ടാണ്. ഇത് കേട്ട് ദേഷ്യത്തോടെ കുട്ടികളെ നോക്കിക്കൊണ്ട് ഷമ്മാസ് മുറിക്ക് പുറത്തേക്ക് നടന്നു. അവൻ പുറത്തേക്ക് പോയതിനു ശേഷം ആയിഷ പതുക്കെ കുട്ടികളെ നോക്കി. പക്ഷേ അവൾ ഞെട്ടിപ്പോയി. അവിടെയെങ്ങും അവരെ കാണുന്നില്ല. ആയിഷ മുറിക്കുള്ളിലൊക്കെ അവരെ അന്വേഷിച്ചു. അവൾ പതുക്കെ തറയിലിരുന്നു. അതാ കട്ടിലിനടിയിൽ നിന്നും എന്തോ ഒരു അനക്കം. മക്കൾ കട്ടിലിനടിയിൽ ഇരുട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. അവർ ആയിഷയെ കണ്ട് ഭയന്ന് വിറച്ചിരുന്നു. അവൾ അവരെ ഭയപ്പെടുത്തിയില്ല. പകരം അവരിൽ ഒരാളായി മാറി. ആ മുറിയിൽ അനേകം കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുരുന്നുകൾക്ക് കളിക്കാൻ കൂട്ടുകാരില്ലായിരുന്നു. ആയിഷ അവിടെ നിന്നും ഒരു പാവയെ കയ്യിലെടുത്തു. അവൾ അത് നിലത്തു വെച്ചു പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈ പാവക്കുട്ടിക്ക് ആരും കൂട്ടില്ലല്ലോ. ഇവൾക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു പാവയുണ്ടായിരുന്നു. ഇവൾക്കും ഇതുപോലെ പേടിയായിരുന്നു. പക്ഷേ അവൾക്കൊരു കഥ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൾ ചിരിക്കാൻ തുടങ്ങി. ആ മക്കളുടെ കണ്ണുകളിലെ തിളക്കം ആയിഷ കണ്ടു. അവർ പതുക്കെ പുറത്തേക്ക് വന്നു. ആയിഷ അവരെ നോക്കിയില്ല. പകരം പാവയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നിനക്കറിയോ, എൻ്റെ വീട്ടിലൊരു വലിയ മാവുണ്ട്. അതിൽ ഒരുപാട് കിളികളുണ്ട്, തത്തയുണ്ട്. അവർ എന്നും എന്നോട് വിശേഷങ്ങൾ പറയും.
ഈ പാവക്കുട്ടിക്കും ആ കഥകൾ കേൾക്കണമെന്ന് തോന്നുന്നു. പക്ഷെ അവൾക്ക് ഒറ്റയ്ക്ക് കേൾക്കാൻ പേടിയാണ്. അവളുടെ കൂടെ ഇരിക്കാൻ ആരെങ്കിലും വരുമോ ആവോ? ഇത് കേട്ട് സഫ പതുക്കെ ആയിഷയുടെ അടുത്തേക്ക് നീങ്ങി. നീങ്ങി നീങ്ങി അവൾ ആയിഷയുടെ സാരത്തുമ്പിൽ പതുക്കെ തൊട്ടു. ആയിഷ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അല്ലാ, ഇതാര്, മാലാക കുട്ടികളോ? നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ആയിഷ. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി. സഫ അവളുടെ കയ്യിലുള്ള ആ പാവയെ വാങ്ങി. മറുവയും പതുക്കെ അടുത്തു വന്നു. ആയിഷ തൻ്റെ വിരലുകൾ കൊണ്ട് അവരുടെ മുടിയിൽ തലോടി. ആ സ്പർശനത്തിൽ ഒരു ഉമ്മയുടെ ചൂട് അവർ തിരിച്ചറിഞ്ഞു. ഈ സമയത്താണ് ഷമ്മാസ് ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി അവിടേക്ക് വന്നത്. വാതിലിന് പുറത്തു നിന്ന് ഷമ്മാസ് ഇത് നോക്കി നിന്നു. തൻ്റെ മക്കൾ അന്യയായ ഒരാളെ ഇത്ര വേഗം അടുപ്പിച്ചത് അവനെ അത്ഭുതപ്പെടുത്തി. ഷമ്മാസിന്റെ മുഖത്തെ ദേഷ്യം പതുക്കെ മാറി. കുട്ടികളെ നോക്കാൻ മുൻപ് വന്ന ഒരുപാട് പേർ അവരെ ഭരിക്കാൻ നോക്കിയപ്പോൾ ആയിഷ അവർക്ക് കൂട്ടുകാരിയായി മാറി. ആ മാളികയിലെ തണുത്ത ചുവരുകൾക്കുള്ളിൽ പതുക്കെ സ്നേഹത്തിന്റെ ചൂട് പടരുകയായിരുന്നു. അങ്ങനെ രാത്രിയായി. പുറത്ത് ആകാശം ചുവപ്പും മഞ്ഞയും കലർന്ന നിറത്തിലാണ്. ആയിഷ ഒരു പ്ലേറ്റിൽ ഭക്ഷണവുമായി കുട്ടികളുടെ അടുത്തേക്ക് വന്നു. സാധാരണ കൊടുക്കുന്ന ഭക്ഷണത്തിന് പകരം അവൾ തയ്യാറാക്കിയത് നല്ല ചൂടുള്ള നാടൻ ഭക്ഷണങ്ങളാണ്. ചോറും മോരുകറിയും മീൻ വറുത്തതും. വില കൂടിയ പിസ്സയും ബർഗറും ആ കുട്ടികൾക്ക് മടുപ്പായി മാറിയിരുന്നു. അവർക്ക് വേണ്ടത് സ്നേഹത്തോടെ ഉരുട്ടി നൽകുന്ന ഒരുരുള ചോറായിരുന്നു. ആയിഷ അത് തിരിച്ചറിഞ്ഞു. അവൾ നിലത്തിരുന്ന് ചോറ് പതുക്കെ ഉരുട്ടി. സഫയും മറുവയും ദൂരെ മാറി നിൽക്കുകയാണ്. ആയിഷ പതുക്കെ ഓരോ കഥകൾ പറഞ്ഞു തുടങ്ങി. ഈ ചോറുണ്ടല്ലോ, ഇതെന്റെ നാട്ടിലെ വയലിൽ നിന്നും വന്നതാണ്. ആ വയലിൽ ഒരു പാട്ട് പാടുന്ന കിളിയുണ്ടായിരുന്നു. ആ കിളി പറഞ്ഞത് ഈ ചോറ് കഴിക്കുന്നവർക്ക് നല്ല ശക്തി ഉണ്ടാകുമെന്നാണ്. നല്ല ശക്തിയും ഭംഗിയും ഒരുപാട് മുടിയൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ആ കിളിയുടെ കഥ കേൾക്കണോ? കുട്ടികൾ പതുക്കെ ആയിഷയുടെ അടുത്തേക്ക് ഇഴഞ്ഞിഴഞ്ഞു വന്നു. ആയിഷ ആദ്യത്തെ ഉരുള സഫിക്ക് നേരെ നീട്ടി. മർവ ഒന്ന് മടിച്ചു നിന്നു. പിന്നെ പതുക്കെ വായ തുറന്നു. ആയിഷ സ്നേഹത്തോടെ ആ ഉരുള മർവയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. 1.5 വർഷത്തിനു ശേഷം ആദ്യമായി അവർ വാശി പിടിക്കാതെ ഭക്ഷണം കഴിക്കുകയാണ്. ആയിഷയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഭക്ഷണം കഴിച്ചതിനു ശേഷം ആയിഷ കുട്ടികളെയും കൊണ്ട് ബെഡിൽ കളിച്ചു. പൂച്ചയെപ്പോലെ ശബ്ദമുണ്ടാക്കി അവരെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു. മക്കൾ ചിരിച്ചു. ആ കൊട്ടാരത്തിൽ നാളുകൾക്ക് ശേഷം അങ്ങനെ കുഞ്ഞു ചിരി മുഴങ്ങി. സമയം കടന്നുപോയി. കുട്ടികൾ ആയിഷയുടെ മടിയിൽ കിടന്നുറങ്ങുകയാണ്. ഷമ്മാസ് പതുക്കെ മുറിക്കുള്ളിലേക്ക് ഒന്ന് എത്തി നോക്കി. ആയിഷ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അവളെ വിലക്കി. അവൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, സാരമില്ല ആയിഷ, നീ അവിടെ ഇരിക്കൂ. കഴിഞ്ഞ 1.5 വർഷമായി എൻ്റെ മക്കൾ ഇങ്ങനെ സമാധാനമായി ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. സർ, അവർക്കൊന്നും സംഭവിക്കില്ല. അവർക്ക് വേണ്ടത് സാറിൻ്റെ കുറച്ച് സമയം കൂടിയാണ്. പണം അവർക്ക് സുരക്ഷ നൽകും. പക്ഷേ സാറിൻ്റെ സ്നേഹം മാത്രം അവർക്ക് ജീവിതം നൽകൂ. ഇത് കേട്ട് ഷമ്മാസ് ഒന്നും മിണ്ടാതെ ആ മുറിയിൽ നിന്നും പുറത്തുപോയി. ആ രാത്രി ഏറെ വൈകി കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞു. ആയിഷ തൻ്റെ ഫോണും നോക്കി വിഷമിച്ചിരിക്കുകയാണ്. അവളുടെ ഫോണിൽ അനിയൻ ആദിലിൻ്റെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരുന്നു. പുറമെ ചിരിക്കുമ്പോഴും ആയിഷയുടെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പുകയായിരുന്നു. നാട്ടിൽ അനിയൻ്റെ കോളേജ് ഫീസ് അടയ്ക്കാൻ ഇനിയും 2 ദിവസം കൂടി മാത്രം. കയ്യിലാണെങ്കിൽ 1 രൂപ പോലുമില്ല. ശമ്പളം കിട്ടാൻ ഇനിയും ദിവസങ്ങളുണ്ട്. അതിനു മുമ്പ് ശമ്പളം ചോദിക്കാൻ അവളുടെ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല. ആയിഷ തൻ്റെ ബാഗിൽ നിന്നും താൻ നിധി പോലെ സൂക്ഷിച്ചിരുന്ന ഒരു പൊതിയെടുത്തു. അതിൽ പൊതിഞ്ഞു വെച്ച തൻ്റെ കമ്മൽ അവൾ കയ്യിലെടുത്തു. അവളുടെ ഉപ്പ മരിക്കുന്നതിന് മുമ്പായി അവൾക്ക് നൽകിയ സമ്മാനമായിരുന്നത്. ഉപ്പ, എന്നോട് ക്ഷമിക്കണം. ആദിലിൻ്റെ പഠനം മുടക്കാൻ കഴിയില്ല. ഈ കമ്മൽ വിൽക്കുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഷമ്മാസ് തൻ്റെ ബിസിനസ് ആവശ്യത്തിനായി ടൗണിലൂടെ കാറിൽ പോവുകയായിരുന്നു. പെട്ടെന്നൊരു ചെറിയ ജ്വല്ലറിക്ക് മുന്നിൽ നിൽക്കുന്ന ആയിഷയെ അവൻ ശ്രദ്ധിച്ചു. അദ്ദേഹം അത്ഭുതത്തോടെ ആ കാർ അവിടെ നിർത്തി. ആയിഷ തൻ്റെ കമ്മൽ നൽകി പണം വാങ്ങുന്നത് ഷമ്മാസ് കണ്ടു. പണം വാങ്ങി പുറത്തിറങ്ങിയ ആയിഷ കാണുന്നത് തൻ്റെ കൺമുന്നിൽ നിൽക്കുന്ന ഷമ്മാസിനെയാണ്. അവൾ ഞെട്ടിപ്പോയി. ആയിഷ, നീ എന്താ ഇവിടെ? അവൾ പതറിക്കൊണ്ട് പണം മറച്ചു പിടിച്ചു. അതൊന്നുമില്ല സാർ, വെറുതെ. കള്ളം പറയണ്ട, എല്ലാം ഞാൻ കണ്ടു. നിന്റെ കമ്മൽ വിൽക്കാൻ മാത്രമുള്ള ബുദ്ധിമുട്ടെന്താ നിനക്ക് ഇപ്പോൾ? ആയിഷയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളി തുള്ളിയായി ഇറ്റി വീണു. എൻ്റെ അനിയൻ്റെ പഠനം. എനിക്ക് വേറെ ഒരു വഴിയുമില്ലായിരുന്നു. ആരോടും ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. എൻ്റെ പ്രശ്നങ്ങൾ കാരണം ഞാൻ നിങ്ങളെ എന്തിനു ബുദ്ധിമുട്ടിക്കണം?
അതുവരെ ഒരു ജോലിക്കാരിയായി മാത്രം കണ്ടിരുന്ന ആയിഷയെ ഷമ്മാസ് ബഹുമാനത്തോടെ ഒന്ന് നോക്കി. അവളുടെ ആത്മാഭിമാനത്തിന് മുന്നിൽ അവൻ്റെ വലിയ സാമ്രാജ്യം എത്ര ചെറുതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ആ ജ്വല്ലറിയിൽ പോയി ആ കമ്മൽ തിരികെ വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തു. ആയിഷ, നീ എൻ്റെ മക്കൾക്ക് നൽകുന്ന ആ ചിരിക്ക് പകരം ഈ ലോകത്ത് വെക്കാൻ ഒരു സമ്പാദ്യത്തിനും എനിക്ക് കഴിയില്ല. ആദിലിൻ്റെ ഫീസിനെക്കുറിച്ച് നീ ഇനി ഒരിക്കലും വിഷമിക്കേണ്ട. അതിനെല്ലാം ഞാൻ പരിഹാരമുണ്ടാക്കാം. ഒരു വേലക്കാരിയായ തന്നോട് ഇത്രയും കരുണ കാട്ടുന്ന ആ മനുഷ്യനെ അവൾ സ്നേഹത്തോടെ നോക്കി നിന്നു. അങ്ങനെ ആ സംഭവത്തിന് ശേഷം ആയിഷ വീട് വൃത്തിയാക്കുകയായിരുന്നു. വലിയ ലിവിംഗ് റൂമുകളും കുട്ടികളുടെ മുറിയും കഴിഞ്ഞ് അവൾ മുകളിലത്തെ നിലയിലുള്ള അറ്റത്തെ ആ വലിയ വാതിലിന് മുന്നിലെത്തി. ഈ വലിയ ബംഗ്ലാവിൽ ആയിഷയെ എപ്പോഴും അലട്ടിയിരുന്ന ഒരു ചോദ്യമായിരുന്നു ആ മുറി. എന്താണ് പൂട്ടിയിരിക്കുന്നത് എന്ന്. ആരും അങ്ങോട്ട് പോകാറില്ല. ആരും അതിനെക്കുറിച്ച് സംസാരിക്കാറുമില്ല. ആ ചുവരുകൾക്കുള്ളിൽ എന്തോ ഒരു വലിയ രഹസ്യം ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. ആയിഷ പതുക്കെ ആ വാതിലിന് അടുത്തേക്ക് നീങ്ങി. അവൾ ആ വാതിൽ ഒന്ന് തള്ളി തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് തുറക്കുന്നില്ല. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പോയി. ആയിഷ, അങ്ങോട്ട് നോക്കേണ്ട. ആ മുറി തുറക്കാറില്ല. ഷെമ്മ സാറിന് അത് ഇഷ്ടമില്ല. ഷാഹിന പോയതിൽ പിന്നെ ആ മുറി ഇതുവരെ ആരും തൊട്ടിട്ടില്ല. അവിടുത്തെ സഹായിയായ സഫിയത്ത് പറഞ്ഞു. ആയിഷ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കുറച്ചു സമയം അവിടെ തന്നെ നിന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ആയിഷയ്ക്ക് ഉറക്കം വന്നില്ല. അവൾ പതുക്കെ എഴുന്നേറ്റ് മുകളിലത്തെ നിലയിൽ പോയി. ആ പൂട്ടിക്കിടക്കുന്ന മുറിയുടെ വിടവിലൂടെ ഒരു നേരിയ പ്രകാശം വരുന്നതുപോലെ അവൾക്ക് തോന്നി. ഓർമ്മകളെ പൂട്ടിവെച്ചാൽ അത് മുറിവുകളായി മാറുമെന്ന് ആയിഷയ്ക്കറിയാമായിരുന്നു. ഷമ്മാസ് തൻ്റെ വേദനകളിൽ നിന്ന് ഓടിയൊളിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മക്കൾക്ക് നഷ്ടമാകുന്നത് അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹമാണ്. ആ വാതിൽ തുറക്കേണ്ടത് ആ വീടിൻ്റെ സന്തോഷത്തിന് അത്യാവശ്യമാണെന്ന് അവൾ ഉറപ്പിച്ചു. അടുത്ത ദിവസം ഷെമ്മാസ് പുറത്തുപോയ സമയത്ത് വീട്ടിലെ മറ്റു ജോലിക്കാർ വിശ്രമത്തിലാണ്.
ആയിഷ പതുക്കെ മുകളിലെത്തി. അവളുടെ കയ്യിൽ പഴയ ഒരു താക്കോൽ കൂട്ടമുണ്ട്. അവൾ ആ പൂട്ടിക്കിടക്കുന്ന മുറിയുടെ മുന്നിലെത്തി. ഭയം അവളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ മുറിക്കുള്ളിലെ ഇരുട്ടിൽ പൂട്ടിവെച്ചിരിക്കുന്നത് തൻ്റെ മാലാഖക്കുട്ടികളുടെ ചിരിയാണെന്ന് ആയിഷയ്ക്കറിയാമായിരുന്നു. ഷമ്മാസിൻ്റെ വിലക്ക് ലംഘിച്ചും അവൾ ആ ഒരു തീരുമാനത്തിലെത്തി. ഓരോ താക്കോലായി പരീക്ഷിച്ചു. ഒടുവിൽ ഒരു ചെറിയ ശബ്ദത്തോടെ ആ പൂട്ട് തുറന്നു. വാതിൽ പതുക്കെ തുറക്കുമ്പോൾ ചെറിയൊരു പൊടിപടലമുയർന്നു. അകത്ത് ജനാലകളും അടഞ്ഞു കിടക്കുകയാണ്. ആയിഷ ഓരോന്നോരോന്നായി തുറന്നിട്ടു. മുറിക്കുള്ളിലേക്ക് പ്രകാശം അടിച്ചു കയറി. മുറിയിലെ ചുവരുകളിൽ ഷാഹിനയും ഷമ്മാസും മക്കളും ഒന്നിച്ചുള്ള പലതരത്തിലുള്ള ചിത്രങ്ങൾ കാണാം. അവൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ, കുട്ടികൾക്ക് വേണ്ടി ഷാഹിന പാതി വഴിയിൽ നിർത്തിയ തുന്നിയ ഉടുപ്പുകൾ എല്ലാം അവിടെയുണ്ട്. ആയിഷ ഷാഹിനയുടെ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം സാർ, ഇത് പൂട്ടിവെച്ചത് നിങ്ങളെ മറയ്ക്കാനല്ല, മറിച്ച് ആ ഓർമ്മകൾ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ മക്കൾക്ക് അവരുടെ ഉമ്മയെ വേണം, ഉപ്പയെ വേണം. അവൾ ആ മുറി വിട്ടിറങ്ങുന്നതിന് മുൻപേ അത് സംഭവിച്ചു. അപ്രതീക്ഷിതമായി ഷമ്മാസ് വീട്ടിലെത്തി. മുകളിലത്തെ മുറി തുറന്നു കിടക്കുന്നത് കണ്ട് അവൻ ദേഷ്യം കൊണ്ട് അങ്ങോട്ട് ഓടി വന്നു. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ആയിഷ, നീ എന്ത് ധൈര്യത്തിലാണ് ഇത് ചെയ്തത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ വാതിൽ തുറക്കരുതെന്ന്. നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ നിന്റെ ജോലിയിൽ നിന്നും പുറത്താക്കുന്നു. ഇറങ്ങിപ്പോകണം എൻ്റെ വീട്ടിൽ നിന്ന്. അവൻ ആയിഷയോട് ദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോ. ഇത് കേട്ട് മക്കൾ ഓടിവന്ന് ആയിഷയെ കെട്ടിപ്പിടിച്ചു. സഫ കരയാൻ തുടങ്ങി. ഉമ്മ, ഉമ്മ! ആ വിളി കേട്ട് ഷമ്മാസ് തകർന്നുപോയി. തൻ്റെ മക്കൾ സംസാരിക്കുന്നത് അവന് വിശ്വസിക്കാനാകാതെ നോക്കി നിൽക്കേണ്ടി വന്നു. ഷാഹിനയുടെ ഓർമ്മകൾ നിറഞ്ഞ ആ മുറിയിൽ കുട്ടികൾ ആയിഷയെ കെട്ടിപ്പിടിച്ച് ഉമ്മ എന്ന് വിളിച്ചപ്പോൾ അവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. ആ വിളിയിൽ അവളുടെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും അലിഞ്ഞുപോയി. രക്തബന്ധത്തേക്കാൾ വലിയൊരു നൂലിനാൽ താൻ ഈ കുഞ്ഞുങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരുന്നു എന്നവൾ തിരിച്ചറിഞ്ഞു. അവൾ മക്കളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ആ മുറിയിലെ വെളിച്ചം ഷമ്മാസിന്റെ ഹൃദയത്തിലെ ഇരുട്ടിനെയും കഴുകിക്കളഞ്ഞു. ആയിഷ ചെയ്തത് ഒരു തെറ്റല്ല, മറിച്ച് വലിയ പുണ്യമായിരുന്നു. ഒരു വൈകുന്നേരം മാളിയേക്കൽ തറവാട്ടിലെ മുറ്റത്തെ വലിയ പുൽത്തകടിൽ ആയിഷ തൻ്റെ കണ്ണുകൾ ഒരു ഷോൾ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. സഫയും മറുവയും കളിച്ചിരികളോടെ മുറ്റത്തെ ചെടികൾക്കിടയിലും തൂണുകൾക്ക് പിന്നിലും ഒളിച്ചിരിക്കുന്നുണ്ട്. വില കൂടിയ വീഡിയോ ഗെയിമുകളും റിമോട്ട് കാറുകളും നൽകാത്ത സന്തോഷം ആ കുരുന്നുകൾക്ക് ഇന്ന് കണ്ടെത്തുകയാണ്. ആയിഷ അവർക്ക് ഇന്ന് പരിചയപ്പെടുത്തി കൊടുത്തത് അവളുടെ ചെറുപ്പത്തിൽ അവൾ കളിച്ചിരുന്ന ആ പഴയ ഒളിച്ചുകളിയാണ്. കണ്ണുകെട്ടിയ ആയിഷയ്ക്ക് മുന്നിൽ അവർ മിന്നാമിനുകളെപ്പോലെ പാറി നടന്നു. ആയിഷ തൻ്റെ കണ്ണുകൾ കെട്ടി, ഞാനിതാ വരുന്നു, എവിടെയാണ് എൻ്റെ കൊച്ചു മാലാഖമാർ എന്ന് ചോദിച്ചു നടക്കുന്നു. അവൾക്ക് കുട്ടികളെ കാണാം. അവർ വീഴാതിരിക്കാനും സുരക്ഷിതരായി ഇരിക്കാനും അവൾ ഓരോ ചുവടും ശ്രദ്ധിച്ചാണ് വെക്കുന്നത്. കുട്ടികൾ ശബ്ദമുണ്ടാക്കാതെ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തുകൂടി ഓടി. ആയിഷയുടെ കണ്ണുകൾ കെട്ടിയിരുന്നുവെങ്കിലും അവളുടെ മനസ്സ് ആ മക്കളുടെ ചുറ്റുമായിരുന്നു. അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവൾ ആ കളി തുടർന്നു. ഒരു വർഷമായി നിശബ്ദമായിരുന്ന ആ മതിൽക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും മുഴങ്ങി. വീടിൻ്റെ ജനാലകൾക്കിടയിലൂടെയും വാതിലിന് പിന്നിൽ നിന്നും മറ്റു ജോലിക്കാർ അത്ഭുതത്തോടെ ഈ കാഴ്ച നോക്കി നിന്നു. ഒരാളോട് സംസാരിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ആ മക്കൾ ഒരു മാലാഖയോടൊപ്പം എന്ന പോലെ ആയിഷയോട് ചേർന്ന് നിൽക്കുന്നത് അവർക്ക് വിശ്വസിക്കാനായില്ല. ഈ സമയത്താണ് ഷമ്മാസിൻ്റെ കാർ ഗേറ്റിലൂടെ കടന്നു വരുന്നത്. കാറിൽ നിന്നിറങ്ങിയ ഷമ്മാസ് കാണുന്നത് മുറ്റത്ത് ചെളിയിലും പുല്ലിലും കളിച്ചുല്ലസിക്കുന്ന തൻ്റെ മക്കളെയാണ്. ഷമ്മ നിശബ്ദനായി അവിടെ നിന്നു. തൻ്റെ കുട്ടികൾക്ക് ഈ ആഡംബരങ്ങൾ എല്ലാം മറന്ന് മുറ്റത്തെ ചെളിയിലും വെള്ളത്തിലും വീണുരുണ്ട് കളിക്കുന്നത് ഷമ്മാസിന് ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു. തൻ്റെ മക്കൾക്ക് നൽകാമെന്ന് കരുതിയതിനേക്കാൾ വലിയൊരു സാമ്രാജ്യം ആയിഷ അവർക്ക് നൽകിയിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഷമ്മാസിനെ കണ്ടതും സഫയും മറവയും ഓടിവന്ന് അവൻ്റെ കൈകൾ പിടിച്ചു വലിച്ചു.
ഉപ്പച്ചിയും കളിക്കാൻ വരണമെന്ന് അവർ ആംഗ്യം കാണിച്ചു. അവൻ പതുക്കെ തൻ്റെ ഷർട്ടിൻ്റെ കൈകൾ മടക്കി ആ കളിയിലേക്കിറങ്ങി. ആയിഷ കണ്ണിലെ കെട്ടുമാറ്റി പുഞ്ചിരിയോടെ അത് നോക്കി നിന്നു. ആ വൈകുന്നേരം ആഡംബര ബംഗ്ലാവിലെ കോടീശ്വരനായ ഷമ്മാസ് അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മറിച്ച് തൻ്റെ മക്കളുടെ കൂടെ മണ്ണിൽ കളിക്കുന്ന വെറുമൊരു ഉപ്പ മാത്രമായിരുന്നു അദ്ദേഹം. സ്നേഹമെന്നത് പണം കൊണ്ട് വാങ്ങാവുന്നതല്ലെന്ന് ആ വീട് അന്ന് വീണ്ടും പഠിപ്പിച്ചു. ഷമ്മാസ് കനത്ത മഴ പെയ്യുമ്പോൾ തൻ്റെ ബാഗുമായി യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണ്. കുട്ടികളെ ഉമ്മ വെച്ച് അവൻ കാറിൽ കയറി. ആയിഷ ജനാലയിലൂടെ അത് നോക്കി നിന്നു. ചില യാത്രകൾ സന്തോഷത്തിനുള്ളതാണെങ്കിൽ ചിലത് വിധി നിശ്ചയിച്ച പരീക്ഷണങ്ങളായിരിക്കും. ഷമ്മാസ് ഒരു ബിസിനസ് മീറ്റിങ്ങിനായി വിദേശത്തേക്കാണ് പോകുന്നത്. തൻ്റെ മക്കളെ ആയിഷയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. രാത്രി 2 മണിയായി കാണും. ഇടിമിന്നലോട് കൂടിയ കനത്ത മഴ. ആയിഷ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. മക്കൾ ഏങ്ങലടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ സഫയ്ക്കും മർവയ്ക്കും കനത്ത പനിയാണ്. അവർ വിറയ്ക്കുകയായിരുന്നു. അവർ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് ആയിഷ പരിഭ്രമിച്ചു. വീട്ടിൽ ഷമ്മാസില്ല. ഡ്രൈവറാണെങ്കിൽ അവധിയിലുമാണ്. ഫോൺ റേഞ്ച് പോലുമില്ല. ആ കടുത്ത മഴയിൽ ഫോണിൻ്റെ റേഞ്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആയിഷ പതറിപ്പോയി. പക്ഷേ തൻ്റെ മക്കളുടെ ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം അവൾ ആ ഉറച്ച തീരുമാനമെടുത്തു. ആയിഷ രണ്ടും കൽപ്പിച്ച് മക്കളെയും എടുത്ത് കനത്ത മഴയിൽ പുറത്തേക്കോടി. അവൾ മെയിൻ റോഡിലേക്ക് വന്ന് ഒരു ടാക്സിക്കോ ഓട്ടോയ്ക്കോ വേണ്ടി കൈ കാണിച്ചു. നനഞ്ഞു കുതിർന്ന് അവൾ കരഞ്ഞുകൊണ്ട് സഹായത്തിനായി അഭ്യർത്ഥിച്ചു. ഒടുവിൽ ഒരു വണ്ടി നിർത്തി. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഡോക്ടർമാർ കുട്ടികളെ പരിശോധിച്ചു. ആയിഷ പുറത്ത് തളർന്നിരിക്കുകയാണ്. അവളുടെ കയ്യിലും വസ്ത്രത്തിലും ചെളിയും മഴവെള്ളവുമാണ്. അവൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്പസമയത്തിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, തക്ക സമയത്ത് എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ആയിഷ അവരോട് നന്ദി പറഞ്ഞു. പുലർച്ചെ കുട്ടികൾക്ക് സുഖമില്ലാത്തതറിഞ്ഞ് ഷമ്മാസ് തൻ്റെ വിദേശയാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് അതേ വസ്ത്രത്തിൽ ആശുപത്രിയിലേക്ക് ഓടിക്കേറി വന്നു. അവൻ്റെ മുഖത്ത് കടുത്ത പരിഭ്രാന്തിയുണ്ട്. വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ഷമ്മാസിൻ്റെ ശ്വാസം നിലച്ച മട്ടായിരുന്നു. തൻ്റെ മക്കൾക്ക് എന്തു സംഭവിച്ചു എന്ന ഭയം അവനെ വേട്ടയാടി. പക്ഷേ റൂമിൻ്റെ വാതിൽക്കലെത്തിയ ഷമ്മാസ് കണ്ട കാഴ്ച അവൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നതായിരുന്നു. റൂം പതുക്കെ തുറന്നു. ഷമ്മാസ് അകത്തേക്ക് കയറി. അകത്ത് ബെഡിൽ സഫയും മർവയും സമാധാനത്തോടെ ഉറങ്ങുകയാണ്. ആയിഷ സഫയുടെ കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മറുകൈ കൊണ്ട് മറുവയുടെ തലയിൽ തലോടിക്കൊണ്ടാണ് അവൾ ഇരിക്കുന്നത്. അവളുടെ വസ്ത്രങ്ങളെല്ലാം അപ്പോഴും മഴ നനഞ്ഞ് കുതിർന്ന നിലയിലായിരുന്നു. തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ പോരാടിയ ആ പെൺകുട്ടിയെ ഷമ്മാസ് അത്ഭുതത്തോടെ നോക്കി നിന്നു. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് തൻ്റെ മക്കളെ മരണത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്ന ആയിഷയായിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത്. ഷമ്മാസ് പതുക്കെ മുറിക്കുള്ളിലേക്ക് കടന്നു. ആയിഷ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. ഷമ്മാസിനെ കണ്ടതും അവൾ പരിഭ്രമത്തോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. സാർ എപ്പോഴാണ് വന്നത്? പേടിക്കാനൊന്നുമില്ല, പനി കുറഞ്ഞു. ഇപ്പോൾ അവർ സുഖമായി ഉറങ്ങുകയാണ്. ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആയിഷ, നീ എൻ്റെ മക്കൾക്ക് നൽകിയത് നിന്റെ ജീവിതമാണ്. ഷാഹിനയ്ക്ക് ശേഷം എൻ്റെ മക്കളെ ഇങ്ങനെ സ്നേഹിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. കുട്ടികളെയും കൊണ്ട് തിരിച്ച് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി. വീട് വീണ്ടും സജീവമായി. ഒരു രാത്രി സമയം ഷമ്മാസ് തൻ്റെ ബാൽക്കണിയിൽ ആകാശത്തേക്ക് നോക്കി ആലോചനയിൽ മുഴുകി നിൽക്കുകയാണ്. ആയിഷ പതുക്കെ അങ്ങോട്ട് വന്ന് അവളുടെ കയ്യിൽ ഷമ്മാസിനായുള്ള ഒരു കപ്പ് ചായയുമുണ്ട്. ആയിഷ ചായ മേശപ്പുറത്ത് വെച്ചു. ഷമ്മാസ് തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകളിൽ മുൻപില്ലാത്ത ഒരു ശാന്തതയുണ്ട്. ഷമ്മാസ് ആയിഷയോടായി പറഞ്ഞു, ഷാഹിന പോയപ്പോൾ എൻ്റെ ലോകം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. അവൾക്ക് പകരമായി മറ്റൊരാളെ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊന്ന് തിരിച്ചറിഞ്ഞു. അവൻ ആയിഷയുടെ അടുത്തേക്ക് നടന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടി നീ നിന്റെ ജീവൻ പോലും പണയം വെച്ചു. ഷാഹിന ഉണ്ടായിരുന്നെങ്കിൽ അവൾ ചെയ്യുമായിരുന്നതും ഇത് തന്നെയാണ്. നിന്റെ ഉള്ളിലെ ആ സ്നേഹമാണ് എൻ്റെ മക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഷാഹിനയുടെ സ്ഥാനത്ത് ഈ വീടിൻ്റെ വിളക്കായി എൻ്റെ മക്കളുടെ ഉമ്മയായി നീ എന്നും ഇവിടെ ഉണ്ടാകുമോ? ആയിഷ വിശ്വസിക്കാനാവാതെ അവനെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവൾക്ക് പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിയില്ല. കുറച്ചു നേരം മൗനമായി നിന്നു. അവൾക്ക് അതൊരു വലിയ വാഗ്ദാനമായിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറാൻ ഷമ്മാസിനെ വിവാഹം കഴിക്കുക എന്നത് എളുപ്പമായിരുന്നു. പക്ഷേ അവൾ ചിന്തിച്ചത് തൻ്റെ ലാഭത്തെക്കുറിച്ചായിരുന്നില്ല, ആ കുഞ്ഞു മക്കളെക്കുറിച്ചായിരുന്നു.
ആയിഷ അവനെ ഒന്ന് നോക്കി പറഞ്ഞു. ഒരു ജോലിക്കാരിയായി വന്ന് എനിക്ക് നിങ്ങൾ നൽകിയ ഈ ബഹുമാനത്തിന് നന്ദിയുണ്ട്. പക്ഷേ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കുന്നത് ഈ ആഡംബരങ്ങൾ കണ്ടല്ല. ആശുപത്രിയിൽ വെച്ച് ആ കുഞ്ഞുങ്ങൾ എൻ്റെ കൈവിടാതെ പിടിച്ചപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചറിഞ്ഞു. അവരില്ലാത്ത ഒരു ജീവിതം ഇനി എനിക്ക് വേണ്ട. അവരെ വേർപിരിയാൻ എനിക്ക് കഴിയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ജീവിതം സ്വീകരിക്കുന്നു. ഷമ്മാസ് വിശ്വസിക്കാനാകാതെ ആശ്വാസത്തോടെയും പുഞ്ചിരിച്ചു. ഈ സമയം മുറിക്കുള്ളിൽ നിന്ന് സഫയും മർവയും ഉണർന്നു വരുന്നത് അവർ കണ്ടു. അവർ രണ്ടുപേരും ഓടിവന്ന് ആയിഷയുടെയും ഷമ്മാസിൻ്റെയും ഇടയിൽ നിന്നു. അവർ രണ്ടുപേരുടെയും കൈകൾ ചേർത്ത് പിടിച്ചു. ഉമ്മയും മക്കളും ആകാൻ രക്തബന്ധം തന്നെ വേണമെന്നില്ല. ആ നിമിഷം അവർ തെളിയിച്ചു. സ്നേഹം കണ്ട് ഒരാൾ മറ്റൊരാളിലേക്ക് ലയിക്കുന്ന ആ നിമിഷം ആ വീടിന് പുതിയൊരു ജന്മം നൽകുകയായിരുന്നു. ജീവിതം ചിലപ്പോൾ നമ്മളെ തളർത്തും, എല്ലാം അവസാനിച്ചു എന്ന് തോന്നിപ്പിക്കും. പക്ഷേ എവിടെയെങ്കിലും നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ടാവും. സ്നേഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളിൽ നിന്ന് പുതിയൊരു സ്വർഗം പണിതുയർത്താൻ നമുക്ക് കഴിയും. ഒരിക്കലും തോറ്റുകൊടുക്കരുത്. കാരണം സ്നേഹത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആയിഷയുടെയും ഷമ്മാസിൻ്റെയും സഫയുടെയും മർവയുടെയും ഈ ഹൃദയസ്പർശിയായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതുപോലെയുള്ള കൂടുതൽ കഥകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും നമുക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. നന്ദി.